അപ്പോൾ മാത്രമാണ് സ്കിന്നിന്റെ ബ്യൂട്ടീനെ നമുക്ക് നിലനിർത്താനായിട്ട്. വ്യക്തികളെ കാണുന്ന സമയത്ത് അവരുടെ ആക്ച്വൽ ഏജിനേക്കാൾ ആയിരിക്കാം. അതിൽ ഫസ്റ്റ് വൺ ഏജ്, അതേപോലെ ജെൻഡർ, നമ്മുടെ സ്കിന്നിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ സ്കിന്നിനെ ബാധിക്കുന്ന ചില വിഷയങ്ങളെ കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാം. അതിൽ ഫസ്റ്റ് വൺ ബയോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. ഏജ്, അതേപോലെ ജെൻഡർ, ജെനറ്റിക്സ്. ചില വ്യക്തികളെ കാണുന്ന സമയത്ത് അവരുടെ ആക്ച്വൽ ഏജിനേക്കാൾ കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. നമ്മുടെ കോശങ്ങൾ ഒരു നിശ്ചിത കാലഘട്ടം കഴിഞ്ഞാൽ അത് നശിച്ചു പോയിട്ട് പുതിയ കോശങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് ആണ്. ഇതിൽ സ്ലീപ്പ്, ന്യൂട്രീഷൻ, അതേപോലെ ഇമോഷണൽ വെൽബീയിങ്സ്, ബ്യൂട്ടി റൊട്ടീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങൾ തന്നെയാണ്. ഇതിൽ സ്ലീപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡിയുടെ റീസെറ്റിംഗ് ചെയ്തു തരുന്നത് നമ്മുടെ സ്ലീപ്പിംഗ് ആണ്. സ്ലീപ്പിംഗ് ക്വാളിറ്റി നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം. ന്യൂട്രീഷൻ, നമ്മൾ കഴിക്കുന്ന ഓരോ ഫുഡിനെയും ന്യൂട്രീഷൻ ഫുഡുകൾ തിരഞ്ഞെടുത്ത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമാണ് നമ്മുടെ ഇമോഷണൽ വെൽബീയിങ്ങിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ബ്യൂട്ടി, ആ ബ്യൂട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിനെ എത്രത്തോളം ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ അപ്പോൾ മാത്രമാണ് സ്കിന്നിൻ്റെ ബ്യൂട്ടീനെ നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് വൺ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആണ്. ക്ലൈമറ്റ്, പൊല്യൂഷൻ, ഈ രണ്ടിനെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഈ ഒരു ടൈമിലും നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്കതിന് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ആൻറ്റി ഏജിങ് പ്രോസസ്സിനെ നിലനിർത്താനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വീഡിയോ നമ്മുടെ സ്കിന്നിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും.